നമസ്കാരം. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി, ഇപ്പോൾ ഇതാ രേഖ ഗുപ്ത. രാജ്യ തലസ്ഥാനം ഭരിക്കാൻ ഒരു പെൺപുലിയെ ഇറക്കിയിരിക്കുകയാണ് മോദി സർക്കാർ. ഡൽഹിയെ നയിക്കാൻ മോദി കളത്തിലിറക്കിയ രേഖ ഗുപ്ത ചില്ലറക്കാരിയല്ല. ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് ഉച്ചയ്ക്ക് 12-ന് രാംലീല മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇന്നലെ ചേർന്ന യോഗത്തിലാണ് രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയായും പർവേഷ് വർമ്മയെ ഉപമുഖ്യമന്ത്രിയായും തിരഞ്ഞെടുത്തത്. മറ്റു മന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. എന്തായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ തയ്യാറെടുക്കുകയാണ്. രാംലീല മൈതാനത്തും പരിസരത്തും ഒരുക്കിയിരിക്കുന്നത് കനത്ത സുരക്ഷയാണ്. എല്ലാ പഴുതുകളും അടച്ചുള്ള കർശന സുരക്ഷ രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. 25,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചെന്ന് പോലീസ് അറിയിച്ചു. 5000-ലേറെ പോലീസുകാരെയാണ് രാംലീല മൈതാനത്ത് മാത്രം നിയോഗിച്ചിരിക്കുന്നത്. രാംലീല മൈതാനത്ത് ഉൾപ്പെടെ 15 കമ്പനി അർദ്ധ സൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ മൈതാനത്തെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയെ BJP ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതോടെ ആരാണ് ഈ പെൺപുലി എന്ന ചോദ്യങ്ങൾ ശക്തമാവുകയാണ്. ആരാണ് രേഖ ഗുപ്ത? വിശദമായൊന്ന് നോക്കാം. നേരത്തെ സൗത്ത് ഡൽഹി മേയറായിരുന്ന രേഖ ഗുപ്ത ആദ്യമായാണ് MLA ആകുന്നത്. നിലവിൽ BJPയുടെ രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രി. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി എന്നിവരാണ് ഇതിനു മുൻപ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയായ വനിതകൾ. 1974-ൽ ഹരിയാനയിലെ ജുലാനയിൽ ജനനം. രേഖ ഗുപ്ത ചെറുപ്പത്തിലെ RSS ആശയങ്ങളിൽ ആകൃഷ്ട. ബാങ്ക് ജീവനക്കാരനായ പിതാവിന്റെ ജോലി ആവശ്യാർത്ഥം ചെറുപ്പത്തിലെ ഡൽഹിയിലെത്തി. പിന്നീട് ഇത് പ്രവർത്തന കേന്ദ്രമായി മാറി. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ദൗലത്ത് റാം കോളേജിൽ ABVPയുടെ സജീവ പ്രവർത്തക. വൈകാതെ ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ്. 2007-ൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായി പാർലമെന്ററി രാഷ്ട്രീയത്തിന് തുടക്കമിട്ടു. 2 തവണ കൗൺസിലറും സൗത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയറുമായി രേഖ ഗുപ്ത. ഇങ്ങനെയാണ് നേതൃപാടവം വളർന്നത്. ഡൽഹി കോർപ്പറേഷനിൽ വനിതാ ശിശുക്ഷേമ സമിതി ചെയർപേഴ്സണായിരിക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റുകയുണ്ടായി. മഹിളാ മോർച്ച ഡൽഹി യൂണിറ്റ് ജനറൽ സെക്രട്ടറി, യുവമോർച്ച ദേശീയ സെക്രട്ടറി പദങ്ങളെല്ലാം വഹിച്ചു. കഴിഞ്ഞ 2 തവണ പരാജയം നേരിട്ട ഷാലിമാർ ബാഗിൽ നിന്ന് ഇത്തവണ 30,000-നടുത്ത് വോട്ട് നേടിയാണ് രേഖ ഗുപ്ത ജയിച്ചത്. ഒടുവിൽ മുഖ്യമന്ത്രി പദത്തിലേക്കും എത്തി. കഴിഞ്ഞ ദിവസം BJPയുടെ കേന്ദ്ര നിരീക്ഷകർ അടക്കം പാർട്ടി ആസ്ഥാനത്തെത്തിയിരുന്നു. തുടർന്ന് MLA-മാരുമായി സംഘം ചർച്ച നടത്തി. അങ്ങനെയാണ് രേഖ ഗുപ്ത എന്ന പേരിലേക്ക് ഏവരും എത്തിയത്. എന്തായാലും ഇന്ന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. രാവിലെ 11 മണിക്ക് തന്നെ ആയിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ഭരണം കിട്ടിയിരിക്കുന്നത് BJPക്ക്. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഒരുപാട് വൈകി. ഇത് പ്രതിപക്ഷം ആയുധമാക്കിയിട്ടുണ്ട്. ആം ആദ്മി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഈ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വൈകിയതിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ BJPക്കെതിരെ ഉന്നയിച്ചിരുന്നു. സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചിട്ടും മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ച, ആ തീരുമാനത്തിലേക്ക് എത്തുന്നത് വലുതായി നീണ്ടുപോയിരുന്നു. എന്തായാലും മുഖ്യമന്ത്രി പദവിയിലേക്ക് ആളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, NDA നേതാക്കൾ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ, സിനിമാ താരങ്ങൾ, NDA സഖ്യകക്ഷി നേതാക്കൾ തുടങ്ങിയ ഒട്ടേറെ പേർ ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ഡൽഹിയിലെ ചേരി നിവാസികളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.